ഹലോ ഫ്രണ്ട്സ്, സ്റ്റാൻഡേർഡ് 5 അതായത് 5ാം ക്ലാസ്സിലെ ന്യൂ SCERT സാമൂഹ്യശാസ്ത്രം ഭാഗം 2 ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് 8ാമത്തെ ചാപ്റ്ററാണ്. 7ാമത്തെ ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. 7 മുതൽ 11 വരെയാണ് ചാപ്റ്റേഴ്സ് ഉള്ളത്. സോ നമുക്ക് നോക്കാം. 7th ചാപ്റ്റർ വരുന്നത് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. ഗതാഗതം എന്താണെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇനി വാഹനം, വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ. ഇനി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഏക ജീവിവർഗം മനുഷ്യരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജസ്റ്റ് അതിന് പിന്നെ പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായി ഉപയോഗിച്ചിരുന്നത് ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. നെക്സ്റ്റ്, സഞ്ചാരത്തെക്കുറിച്ചും പല വാഹനങ്ങളെ കണ്ടുപിടുത്തതിന് മുമ്പ് ഉണ്ടായിരുന്നത് എങ്ങനെയൊക്കെയാണെന്ന്. കാൽനടയായിട്ടായിരുന്നു, തലച്ചുമടായിട്ട്, അതുപോലെ മൃഗങ്ങളുടെ പുറത്ത്, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നെക്സ്റ്റ്, ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക്. മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വെച്ച് ഉരുട്ടിയാൽ ഭാരനീക്കം എളുപ്പമാകുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളുകളെ ചെറുതാക്കി ചക്രങ്ങളാക്കി. 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്തുനിന്ന് കണ്ടെത്തിയ ഏകദേശം 4500 വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. മേപ്പിൾ മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിൻ്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയതാണ് 4500 വർഷം പഴക്കമുള്ള ചക്രങ്ങൾ. അത് ഇപ്പോഴും മ്യൂസിയത്തിലുണ്ട്. നെക്സ്റ്റ്, മെസപ്പൊട്ടേമിയ. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടേമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചതായി കരുതപ്പെടുന്നു. അവരുടെ ഈ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പെട്ടിയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമാക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശമായ മെസപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നത് ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്നത്. ഓക്കെ, യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടേമിയ എന്ന വാക്കിനർത്ഥം. അപ്പോൾ മെസപ്പൊട്ടേമിയ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. നെക്സ്റ്റ്, ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിൽക്കാലത്തെ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. നെക്സ്റ്റ്, ഗതാഗത മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം, ഇങ്ങനെ 3 തരത്തിലുള്ള ഗതാഗത മാർഗങ്ങളുണ്ട്. കരഗതാഗതത്തിൽ വരുന്നതാണ് റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം. ജലഗതാഗതത്തിൽ ഉൾനാടൻ ഗതാഗതം, കടൽ സമുദ്ര ഗതാഗതം. വ്യോമഗതാഗതത്തിൽ ദേശീയ വ്യോമഗതാഗതം, അന്തർദേശീയ വ്യോമഗതാഗതം. നെക്സ്റ്റ്, കരഗതാഗതം എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നത് റോഡ് ഗതാഗതമാണ്. എന്താണെന്ന് നമുക്കറിയാം. ഒറ്റയടിപ്പാത, മൺപാത, കല്ലുപാകിയ പാത, ഇതെല്ലാം റോഡ് ഗതാഗതത്തിൽ വരുന്നതാണ്. ഒറ്റയടിപ്പാതകളും മൺപാതകളുമാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. കാലക്രമത്തിൽ കല്ലുപാകിയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളും നിലവിൽ വന്നു. മക് ആദം റോഡുകൾ. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ KL മക് ആദം ആണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അപ്പോൾ ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത് ആരാണ്? JL മക് ആദം. അദ്ദേഹം ഒരു സ്കോട്ടിഷ് എഞ്ചിനീയർ ആയിരുന്നു. 1820 തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾക്ക് മക് ആദം റോഡുകൾ എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. ഒരു രാജ്യത്തിൻ്റെ ഫസ്റ്റ് എവിടെയാണ്? അമേരിക്കയാണ് കേട്ടോ. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഈ സുവർണ്ണ ചതുഷ്കോണൊക്കെ എപ്പോഴും PSCക്ക് വരുന്നതാണ്.
അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ഹൈവേകളാണ് സുവർണ ചതുഷ്കോണം, പിന്നെ വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. അപ്പോൾ ആദ്യം സുവർണ ചതുഷ്കോണം എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണിത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. അപ്പോൾ ഏതൊക്കെ നഗരങ്ങളെയാണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു. ഏകദേശം അതിൻ്റെ ഒരു പ്ലാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും, അതായത് നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. ഓക്കെ, വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം വടക്ക് ഭാഗത്ത് വരുന്ന സ്ഥലമാണ് ശ്രീനഗർ, തെക്ക് ഭാഗത്ത് വരുന്നതാണ് കന്യാകുമാരി. ഇതാണ് വടക്ക് തെക്ക് ഇടനാഴി. ഈ 2 സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായും ബന്ധിപ്പിക്കുന്നു. ഓക്കെ, പോർബന്തർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുജറാത്തിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പോർബന്തറിനെ സിൽച്ചാറുമായി ബന്ധിപ്പിക്കുന്നത് ഏത് ഇടനാഴിയാണ്? കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയാണ്. നെക്സ്റ്റ്, റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ പറയുന്നുണ്ട്. അതായത് താരതമ്യേന ചെലവ് കുറവാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു, ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യം. നെക്സ്റ്റ് വരുന്നത് റെയിൽ ഗതാഗതം. ഏത് പ്രായക്കാർക്കും കൗതുകം ഉയർത്തുന്ന ഒരു കാഴ്ച തന്നെയാണല്ലോ തീവണ്ടി. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. അപ്പോൾ റെയിൽവേ സംവിധാനം ആരംഭിച്ചത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. ഓക്കെ, ആവിയന്ത്രം കണ്ടുപിടിച്ചതോടെ ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തു. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. അപ്പോൾ 1825 ജോർജ് സ്റ്റീഫൻസൺ ആണ് ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത്. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത് 1825 സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തിലെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഓക്കെ, പിന്നെ പറയുന്നത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത ബോംബെ, അതായത് ഇപ്പോഴത്തെ മുംബൈ, ബോംബെ മുതൽ താനെ വരെ 1853 അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത 1853 അത് ഇന്നത്തെ മുംബൈ ഇപ്പോഴത്തെ മുംബൈ, അതായത് പണ്ട് ബോംബെ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം മുതൽ താനെ വരെയാണ്. കേരളത്തിലെ ആദ്യ റെയിൽപാത 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെ. നെക്സ്റ്റ്, മെട്രോ റെയിൽ. വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. ദൈനംദിന യാത്രയ്ക്കും ചരക്കു നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടേത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ. കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. കൂടുതൽ ചരക്കു നീക്കത്തിന് സാധിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി അടുത്തത് ജലഗതാഗതമാണ്. ജലഗതാഗതം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിൽ എത്തിയത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണം എളുപ്പമാക്കി. ക്രമേണ പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും നിർമ്മിച്ചു. ഇത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. മെസപ്പൊട്ടേമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കി കൊണ്ടുപോകുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു.
സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിലെ, അതായത് ഡോക്ക് യാർഡിൻ്റെ, കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിനെയാണ് ഡോക്ക് യാർഡ് എന്ന് പറയാം. കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നതിന് തെളിവാണ്. ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ: കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, അതായത് ദേശീയ ജലപാത നമ്പർ 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയ ജലപാത. ഇത് എപ്പോഴും PSCക്ക് വരുന്നതാണ്. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ വഴി എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. അപ്പോൾ ഏതൊക്കെയാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നതുവരെ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യൻ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. നെക്സ്റ്റ്, കനോലി കനാൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാത കനോലി കനാൽ എന്നറിയപ്പെടുന്നു. പാർവതി പുത്തനാർ. തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. മുൻ കാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്കു നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെയായിരുന്നു. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്രഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവി യന്ത്രത്തിൻ്റെ കണ്ടെത്തലോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കപ്പെടുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്കു നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിക്കുന്നത്. ഈ ജലപാതയിലൂടെയാണ് ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായും നടക്കുന്നത്. അപ്പോൾ ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായും നടക്കുന്നത് ഏത് ജലപാതയിലൂടെയാണ്? അന്താരാഷ്ട്ര ജലപാതയിലൂടെയാണ്. ജലഗതാഗതത്തിൻ്റെ മേന്മകൾ: താരതമ്യേന ചെലവ് കുറവ്, മലിനീകരണം കുറവ്. നെക്സ്റ്റ്, വ്യോമഗതാഗതം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്ന ജാക്വിസ് മോണ്ട് ഗോൾഫിയർ. ആരാണ്? ജാക്വിസ് മോണ്ട് ഗോൾഫിയർ. നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിൻ്റെ താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്വിസിൻ്റെ ഭാര്യ. ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിൽ അതിശയം ഉളവാക്കി. ആ കാഴ്ച ജാക്വിസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന് ജാക്വിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂടുവായു നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്വിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. അപ്പോൾ കുറിപ്പ് വായിച്ചല്ലോ. 1783 ഉണ്ടായ ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്. ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല.
ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ്, അതാണ് റൈറ്റ് സഹോദരന്മാർ എന്നറിയപ്പെടുന്നത്. ഇവർ നിർമ്മിച്ച ആരൊക്കെയാണ്? ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലെയർ 1 എന്നായിരുന്നു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലെയർ 1 പറന്നുയർന്നത്. അപ്പോൾ ആദ്യമായിട്ട് വിമാനം പറന്നുയർന്നത് 1903 ഡിസംബർ 17 അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്നാണ്. ഫ്ലെയർ 1 എന്നാണ് ആ വിമാനത്തിൻ്റെ പേര്. കാലക്രമേണ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാമാർഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇതുതന്നെയാണ്. സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ വ്യോമഗതാഗതം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അഹമ്മദാബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ 1911 വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത് അഹമ്മദാബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ. ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. നെക്സ്റ്റ്, വായുമലിനീകരണം. ഡൽഹിയിൽ കോളേജുകളും അടച്ചിട്ടു എന്ന് പറയുന്ന ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? വർദ്ധിച്ച ഗതാഗതക്കുരുക്ക്, വായുമലിനീകരണം, ശബ്ദമലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾ, പരിമിതമായ പാർക്കിംഗ് സൗകര്യം, കാൽനടയാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, ആശയവിനിമയം. ഒരിടത്തു നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം. പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയെല്ലാമാണ്? സംഭാഷണത്തിലൂടെ, എഴുത്തിലൂടെ, ഫോണിലൂടെ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. ആദിമ മനുഷ്യർ ശരീരമുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായി ഉപയോഗിച്ചു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് ചരിത്രകാർ അഭിപ്രായപ്പെടുന്നു. പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തിയിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ്. ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു. പിന്നീട് അവർ ലിപികൾക്കും എഴുത്തുവിദ്യയ്ക്കും രൂപം നൽകി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് എന്നാണ് നിഗമനം. സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. അപ്പോൾ എഴുത്തുവിദ്യ ആദ്യമായി വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാരാണ്. ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. ക്യൂണിഫോം ലിപിയും ഹൈറോഗ്ലിഫിക്സ് ലിപിയും. ഓക്കെ, നെക്സ്റ്റ്, എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലവും ഉപകരണവും കാണിക്കുന്നുണ്ട്. ശിലയിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് കൂർത്ത കല്ലാണ്. ചെമ്പ് തകിടിൽ ലോഹ എഴുത്താണിയാണ്. താളിയോലയിൽ എഴുത്താണി ഓർ നാരായം. നെക്സ്റ്റ്, ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായി കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിലൊന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാണ് രാജവിളംബരം. അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് എളുപ്പമായി. അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. അപ്പോൾ സംക്ഷേപ വേദാർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം.
തപാൽ സംവിധാനത്തിൻ്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇൻ്റർനെറ്റിൻ്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നെക്സ്റ്റ്, ആശയവിനിമയ രീതികൾ. വ്യക്തിഗത ആശയവിനിമയവും ഉണ്ട്, ബഹുജന ആശയവിനിമയവും ഉണ്ട്. ഇനി വ്യക്തിഗത ആശയവിനിമയം. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയോപാധികൾ. എന്തൊക്കെയാണ്? ഇൻലൻഡ്, ടെലഗ്രാഫ്, ടെലിഫോണ്, ഫാക്സ് മെഷീൻ, ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ. ഇനി ബഹുജന ആശയവിനിമയം. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയോപാധികൾ. ഏതൊക്കെയാണ്? വർത്തമാന പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗം, തെരുവു നാടകം. ഓക്കെ, ഇനി ഇൻ്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതികവിദ്യ. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലഭിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ ചുവടെ കൊടുക്കുന്നു. ഒന്ന്, വീഡിയോ കോൺഫറൻസ്. അകലെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും കഴിയും. ഇ-കൊമേഴ്സ്. ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇ-കൊമേഴ്സ്. നെക്സ്റ്റ്, ഇമെയിൽ. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇമെയിൽ. നെക്സ്റ്റ്, ടെലിമെഡിസിൻ. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു. ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോക ജനതയ്ക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത്. ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുന്നു. സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, കേരളം ഗതാഗത ഭൂപടം. കേരളത്തിൻ്റെ ഗതാഗത ഭൂപടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോഡ് ശൃംഖലയൊക്കെ, പ്രധാന റോഡ് ശൃംഖലകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നെക്സ്റ്റ്, അടുത്ത ചാപ്റ്റർ വരുന്നത് 8ാമത്തെ ചാപ്റ്റർ, നാടറിയാം. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോദ്പദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗത്തെ കൊത്തുകൊള്ളുന്നു കുമാരിയും ഗോകവർണ്ണനും അമ്മേ. മാതൃവന്ദനം, വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ മാതൃവന്ദനം എന്ന കവിത രചിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയിലെ ആദ്യത്തെ കുറച്ച് വരികളാണ്, അദ്ദേഹത്തിൻ്റെ കൃതിയിലെ ഏതാനും വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വരികളൊന്നും കൂടി വായിക്കാം. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തീട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മയ്ക്കൊത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. അപ്പോൾ ഇത് കേരളത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്ന വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു ഏതാനും വരികളാണ്. നെക്സ്റ്റ്, കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ, പടിഞ്ഞാറ് നീണ്ടു പരന്നു കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്. കേരളത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ഇവിടെ ഒരു വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ചെറിയ ഭൂപടം പോലെ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ തീരങ്ങളാണ്. അപ്പോൾ ഇതിന്ന് ഏകദേശം ഭാരതപ്പുഴ കണ്ടോ? ഭാരതപ്പുഴ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഭൂപടത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ. പ്രദേശം ഓർ വാർഡ് ഉൾപ്പെടുന്ന രൂപരേഖ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലൊന്നും നമുക്ക് PSCക്ക് വേണ്ട കുറച്ച് കണ്ടൻസ് ഒന്നുമില്ല. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ഭൂപ്രകൃതി. കേരള ഭൂപ്രകൃതിയെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് എന്ന് പറഞ്ഞാൽ 75 മീറ്ററിന് മുകളിൽ, അതായത്
കടലുമായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെയാണ് മലനാട് എന്ന് പറയുക. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇടനാട്. തീരപ്രദേശത്ത് നിന്നും തീരപ്രദേശം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിൽ താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തെല്ലാം മനസ്സിലായി? കേരളത്തിന് 3 ഭൂപ്രകൃതി വിഭാഗങ്ങളുണ്ട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഇനി മലനാടിനെ കുറിച്ച് പഠിക്കാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം കണ്ടല്ലോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാപവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇടനാടിൻ്റെ ഏകദേശം ഇവിടെ നടുവിലാണ് വരുന്നത്, നമ്മൾ കണ്ടു. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. നെക്സ്റ്റ്, തീരപ്രദേശം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്തു സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഇനി കേരളത്തിൻ്റെ കാലാവസ്ഥ. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, വടക്കു കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഇതൊക്കെ PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യനാണ്. കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മഴക്കാലത്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. നെക്സ്റ്റ്, മൺസൂൺ എന്താണെന്ന് നോക്കാം. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. അപ്പോൾ എങ്ങനെയാണ്? ജൂൺ ടു സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്ന് വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൻ്റെ ഈ മഴക്കാലം കാലവർഷം എന്നറിയപ്പെടുന്നു. എന്നാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ വിപരീത ദിശയിൽ വടക്കു കിഴക്ക് നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ഉണ്ടാകുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ്. അതുപോലെ വടക്കു കിഴക്കൻ മൺസൂൺ കാലം ഉണ്ടാകുന്നത് ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ്. ഇനി കേരളത്തിലെ മണ്ണ്. ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണെഴുത്ത് എന്ന കൃതിയിലെ ഒരു കവിതാഭാഗം ഇവിടെ മണ്ണേ നമ്പിലേലയ്യ എന്ന് പറഞ്ഞിട്ടൊരു കവിതാഭാഗം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണിത്. മണ്ണേ നമ്പിലേലയ്യ മരമിരുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് മണ്ണ്. മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല. മണ്ണിന് അത്രയും പ്രാധാന്യമുണ്ട്. ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്.
ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റു സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. ഏതൊക്കെയാണ്? ചെങ്കൽ മണ്ണ്, അതായത് ലാറ്ററൈറ്റ് സോയിൽ, ചെമ്മണ്ണ്, അതായത് റെഡ് സോയിൽ, എക്കൽ മണ്ണ്, അതായത് അലൂവിയൽ സോയിൽ, വനമണ്ണ്, അതായത് ഫോറസ്റ്റ് സോയിൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, അതായത് ബ്ലാക്ക് സോയിൽ, പീറ്റ് മണ്ണ്, അതായത് പീറ്റ് സോയിൽ എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് മണ്ണ് സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. അപ്പോൾ ലോക മണ്ണ് സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 5 പിന്നെ മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട്. കണ്ടൽ കാടുകൾ, കയർ, ഭൂവസ്ത്രം, അതുപോലെ കല്ലു കയ്യാല, തട്ടുകൃഷി, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനം. ഇനി കേരളത്തിൻ്റെ ജലസ്രോതസ്സുകൾ. പുഴകൾ, നീരുറവകൾ, ഇതെല്ലാം കേരളത്തിൻ്റെ ജലസ്രോതസ്സുകളാണ്. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. സഹ്യപർവ്വത നിരകളിൽ നിന്നുത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തിലെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രദേശ വിഭാഗങ്ങളിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. 2 മഴക്കാലങ്ങളിലൂടെയും നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും വറ്റിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിൻ്റെ കാരണം നോക്കണം. നെക്സ്റ്റ്, ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. ഇനി ഇവിടെ ജലം മലിനമാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി കുറച്ച് പദ്ധതികൾ. ജലാശയങ്ങൾ മലിനപ്പെടുത്തുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. പദ്ധതി നോക്കാം. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി നിർവഹിക്കുന്നത് ഹരിത കേരളം മിഷനാണ്. ഇത് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷൻ്റെ പദ്ധതിയാണ്. മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതിയാണ്. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതിയാണ്. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ വിളവൈവിധ്യം. ഓരോ പ്രദേശത്തെയും കൃഷി, അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. അപ്പോൾ ഇങ്ങനെ പല കൃഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്നു. ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളതാണ്. അപ്പോൾ ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായാണ് ബന്ധം. മഴക്കാലത്തിനു ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, കായലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, കേരളത്തിലെ തൊഴിൽ വൈവിധ്യം. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം.
അതുപോലെ കൃഷി മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഏർപ്പെടുന്ന തൊഴിൽ മേഖല അല്ല അല്ലേ? ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലകളിലെ പുരോഗതിയും. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവങ്ങൾക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, കേരളവും പ്രകൃതി ദുരന്തങ്ങളും. കേരളത്തിലെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നതെന്ന് നാം കണ്ടു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാവാറുണ്ട്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിലുള്ളത്. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങൾ? ചുഴലിക്കാറ്റ്, കാട്ടുതീ, നമുക്കറിയാം വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഇതെല്ലാം ഉണ്ടാവാറുണ്ട് അല്ലേ? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി. ഇവിടെ കളവപ്പാറ ഉരുൾപൊട്ടൽ പറയുന്നുണ്ട്. അതുപോലെ പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020 നടന്നത് പറയുന്നുണ്ട്. 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019 കളവപ്പാറയിലും 2020 പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നു. നെക്സ്റ്റ്, അപ്പോൾ അവിടെ എന്ത് വേണം? ദുരന്ത നിവാരണം വേണം അല്ലേ? അപ്പോൾ നെക്സ്റ്റ്, ദുരന്ത നിവാരണവും ലഘൂകരണവും. 2018 പ്രളയത്തെ കേരളം എങ്ങനെയാണ് നേരിട്ടത്? ഓക്കെ, നോക്കാം. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ച് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഈ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിച്ചു. ഇനി മുന്നൊരുക്കങ്ങളാണ് പറയുന്നത്. ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം, അതായത് ദുരന്തത്തിന് മുമ്പുള്ളത് എന്തൊക്കെയാണെന്ന്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക. ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം, അതായത് ദുരന്തത്തിന് മുമ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. നെക്സ്റ്റ്, ദുരന്താനന്തര പ്രവർത്തനം, അതായത് ദുരന്തം കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുക. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നെക്സ്റ്റ് 9ാമത്തെ ചാപ്റ്ററാണ് തുല്യതയിലേക്ക്. പീലിയുടെ യാത്രയെക്കുറിച്ച് നമ്മൾ ആദ്യ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പീലിയെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. കുടുംബ വരുമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമാണ്. ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസം അനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസമുണ്ടാകും. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു. ഓക്കെ, തൊഴിലിൽ നിന്നും വന്ന വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന് വ്യത്യാസമുള്ളതായി നമ്മൾ ശ്രദ്ധിച്ചല്ലോ. തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. സാമ്പത്തിക അസമത്വം.
സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. ഇത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. മിശ്രഭോജനം. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി നിരവധി സമരങ്ങൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചേറായിയിൽ സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. അപ്പോൾ മിശ്രഭോജനം നടന്നത് എന്നാണ്? 1917 മെയ് 29 മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരായ സമരത്തിൻ്റെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത്. നെക്സ്റ്റ് മേൽമുണ്ട് സമരം. വസ്ത്രധാരണ ആവശ്യത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തിവന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിനു ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാത്യാചാരത്തിൻ്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. നെക്സ്റ്റ് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്. മേൽമുണ്ട് സമരവും PSC ചോദിച്ചിട്ടുള്ളതാണ്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്നു രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. സാമൂഹികമായ എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു. അപ്പോൾ സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നു. സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു. നെക്സ്റ്റ് സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും പറയുന്നുണ്ട്. സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങൾ: 1. സാമ്പത്തിക അസമത്വം. അതിന് സ്വാധീനിക്കുന്നത് വരുമാനത്തിലെ വ്യത്യാസം, തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യത കുറവ്, കൂലി ഓർ ശമ്പളത്തിലെ വ്യത്യാസം. വിദ്യാഭ്യാസ അസമത്വം. ഇതിന് ഘടകങ്ങൾ: ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ. സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വം: ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം. ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ: ഗ്രാമനഗര വ്യത്യാസം, വിഭവങ്ങളുടെ ലഭ്യത കുറവ്. നെക്സ്റ്റ് ചരിത്രപരമായ ഘടകങ്ങൾ: കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ. നെക്സ്റ്റ് എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട്. സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരിഷ്കരണങ്ങൾ ആവശ്യമാണ്. ഇതിനായി വിദ്യാഭ്യാസ സംരംഭങ്ങൾ സാമൂഹിക നീതിക്കും
തുല്യാവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഒന്ന്, ക്ഷേമ പെൻഷനുകൾ. സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ. പിന്നെ വാർദ്ധക്യകാല പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ഒക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, സ്കോളർഷിപ്പുകൾ. വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ്? ഒന്ന്, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ പല സ്കോളർഷിപ്പുകൾ കിട്ടുന്നത് നമുക്കറിയാം. നെക്സ്റ്റ്, സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ കൂടാതെ മറ്റെല്ലാം പദ്ധതികൾ മറ്റേതെല്ലാം പദ്ധതികളാണുള്ളത്? പൊതുവിതരണ കേന്ദ്രമുണ്ട്, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ ഒക്കെ ഉണ്ട്. ഇനി സബ്സിഡി. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിൽ പെടുന്നു. ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട്. അവയിൽ ചിലത് പരിചയപ്പെടാം. അന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. എത്ര വയസ്സിന് മുകളിലുള്ളതാണെന്നും ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. അപ്പോൾ ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരുകൾ ഒരുമിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ്, ലൈഫ് മിഷൻ പദ്ധതി. കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാകാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, അതായത് ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യം. കേന്ദ്ര കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. നെക്സ്റ്റ്, തീരമൈത്രി പദ്ധതി. തീരം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും മത്സ്യത്തൊഴിലാളികളാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭകരുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. നെക്സ്റ്റ്, കൈവല്യ എന്ന് പറയുമ്പോൾ തന്നെ വൈകല്യം എന്നോർക്കണം. അതായത് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണിത്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നെക്സ്റ്റ്, വിദ്യാവാഹിനി. ഗോത്ര സമൂഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ്, ജനനി ജന്മരക്ഷ. ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മ രക്ഷ. നെക്സ്റ്റ്, പ്രതിഭാതീരം. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാതീരം പദ്ധതി. നെക്സ്റ്റ്, ഗോത്രബന്ധു. ഓക്കെ, ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു. അങ്ങനെ കുറച്ച് പദ്ധതികളുണ്ട്. നെക്സ്റ്റ്, ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി പട്ടികപ്പെടുത്തിയിട്ടുള്ളതാണ്.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ഭൂമിശാസ്ത്രവും ചരിത്രപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരമായ ഘടകങ്ങൾ സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നതെന്ന് ചർച്ച ചെയ്തു. ഇത്തരം അസമത്വങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുമുണ്ട്. ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകുന്ന തുല്യതയിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കുന്നതിനും സാമൂഹിക പുരോഗതി സാധ്യമാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സ്വതന്ത്രമായി ജീവിക്കാനുമുള്ള അവസരം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളെ ചേർത്തു നിർത്തേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട് സമൂഹത്തിൽ നാം ഇടപെടേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് 10ാമത്തെ ചാപ്റ്ററാണ് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഗാലക്സികൾ. അപ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു, അതായത് അപവർത്തനം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത്. നെക്സ്റ്റ് നമുക്കറിയാം, സൂര്യന് ചുറ്റും കറങ്ങുന്ന ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പിന്നെ കുള്ളൻ ഗ്രഹങ്ങളുണ്ട്. ഓക്കെ, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ സൗരയൂഥത്തിൽ എന്താണ്, വാൽനക്ഷത്രമുണ്ട്. സ്വയം കറങ്ങുന്നതും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഗ്രഹങ്ങൾ നോക്കാം. ബുധൻ, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. ശുക്രന് പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ഭൂമി, ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. ചൊവ്വ, ചുവന്ന ഗ്രഹമാണ് ചൊവ്വ. ചു എന്നോർത്തിച്ചാൽ മതി. ചൊവ്വ ചുവന്ന ഗ്രഹം. വ്യാഴം, ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ശനി, വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹമാണ് ശനി. അപ്പോൾ ഏറ്റവും വലുത് വ്യാഴം, 2ാം സ്ഥാനം ശനി. യുറാനസ്, ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് യുറാനസ്. നെപ്റ്റ്യൂൺ, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ, മിൽക്കി വേ എന്നും പറയും. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. വാൽനക്ഷത്രങ്ങൾ, സൗരയൂഥത്തിൽ അപൂർവമായെത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ, കോമറ്റ്സ് എന്ന് പറയും. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. ക്ഷുദ്രഗ്രഹങ്ങൾ, ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലായി കാണപ്പെടുന്ന ചെറു ഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ, ആസ്റ്ററോയിഡ് എന്നാണ് പറയുക. ഓക്കെ, കുള്ളൻ ഗ്രഹങ്ങൾ, സൗരയൂഥത്തിൽ സൂര്യനു ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ അഥവാ ഡ്വാർഫ് പ്ലാനറ്റ്സ്. ഉൽക്കകൾ, ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്ന് അറിയപ്പെടുന്നു. ഗ്രഹങ്ങൾക്കു ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. നക്ഷത്രമാസം, ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം. ഓക്കെ, ഇനി സൗരയൂഥത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം. ദീർഘവൃത്താകൃതിയുള്ള
ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. നമ്മുടെ ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസിൻ്റെ വാക്കുകളാണിത്. ഇനി ബഹിരാകാശം. ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണിത്. ഈ ആകൃതിയാണ് ജിയോയിഡ്. അപ്പോൾ ഭൂമിയുടെ ആകൃതിയാണ് ജിയോയിഡ്. ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭട്ടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് തത്വചിന്തകരായ തേൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. പിൽക്കാലത്ത് മഗല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ബഹിരാകാശത്ത് നിന്ന് എടുത്ത് ഭൂമിയുടെ ചിത്രങ്ങൾ കണ്ടല്ലോ. ഇതാണ് ഈ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 71% ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായ പങ്കുവഹിക്കുന്നു. നെക്സ്റ്റ് ഭൂമിയുടെ ചലനങ്ങൾ. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. ഇതാണ് പരിക്രമണം. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ഗാൽ ദിവസം, അതായത് 365 1/4 ദിവസം വേണം. ഇതിനെ ഒരു വർഷമായി കണക്കാക്കുന്നു. ഭൂമിയുടെ വ്യത്യസ്ത പരിക്രമണത്തിൻ്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത്, അതായത് വ്യത്യസ്ത സീസൺസ് വരുന്നത്. അതുകൊണ്ടാണ്. നെക്സ്റ്റ് വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം. എങ്ങനെ നമുക്കറിയാം. വേനൽക്കാലം ജലാശയങ്ങൾ വറ്റുന്നു, മഴക്കാലം പുഴകൾ നിറഞ്ഞൊഴുകുന്നു, മഞ്ഞുകാലം ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച. കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങളുണ്ടാകുന്നു. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഇനി ദിനാന്തരീക്ഷ സ്ഥിതി, അതായത് വെതർ. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി, അതായത് വെതർ. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. നെക്സ്റ്റ് കാലാവസ്ഥ, ക്ലൈമറ്റ്. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ്. ഈ കാലാവസ്ഥയും ജനജീവിതവും. ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. സ്കീയിങ്, സ്കേറ്റിംഗ് തുടങ്ങിയ വിൻ്റർ സ്പോർട്സുകളുടെ ബഹളങ്ങളായിരിക്കും ഓരോ മൂലയിലും. വർഷത്തിൽ അധിക കാലവും മഞ്ഞുമൂടി കിടക്കുന്നതുകൊണ്ട് റോഡുകൾ ഉറപ്പിലും ഭംഗിയിലും നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടും പണച്ചെലവുമുണ്ട്. ലാഹ്തിയുടെ ശരിയായ അഴക് കാണണമെങ്കിൽ ഹേമന്തകാലത്ത് ഇവിടെ വരണമെന്ന് കായ പറഞ്ഞു. അന്ന് നിലം എല്ലാം ധവളാഭമായ ഹിമത്താൽ മൂടിയിരിക്കും. മരങ്ങളെല്ലാം വെള്ളക്കടലാസ് തോരണങ്ങൾ പോലെ നിലകൊള്ളുന്നുണ്ടാവും. ഹിമത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് എന്ത് ഉത്സാഹമാണെന്നോ.
ഏതാണ്ട് 6 മാസക്കാലം നീണ്ട രാത്രികൾ തന്നെ. പകൽ വെളിച്ചം കൂടിയാൽ 1-2 മണിക്കൂർ ഉണ്ടാകും. നിലം നീളെ മൂടിക്കിടക്കുന്ന ഹിമത്തിൻ്റെ ധാവള്യവും ആകാശത്തിൻ്റെ വെളിച്ചവും കൂടിക്കലർന്ന നേരിയ നിലാവ് പരന്ന പോലെ തോന്നും. ഇത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന കൃതിയിൽ മഞ്ഞു മൂടിയ പ്രദേശത്തെ ജനജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ്. ഇനി പാതിരാസൂര്യൻ്റെ നാട്. പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. യൂറോപ്പിൻ്റെ വടക്കുഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധിക കാലവും മഞ്ഞുമൂടി കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടാറുള്ളത്. ജനവാസം കുറവുള്ള മഞ്ഞുമൂടി കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. ഇഗ്ലു. ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എക്സിമോകൾ. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലു. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണമരുഭൂമികൾ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടെ പ്രത്യേകതയാണ്. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണമരുഭൂമികളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ജീവിത രീതിയാണുള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമികളുടെ മറ്റു സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. സഞ്ചാരത്തിനും ചരക്കു നീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമികളിലെ സാധാരണ കാഴ്ചയാണ്. ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണുള്ളത്. ധ്രുവപ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളിലെയും ഭൗതിക വൈവിധ്യങ്ങൾ ഇവിടുത്തെ ജനജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുവെന്ന് നാം ചർച്ച ചെയ്തല്ലോ. ഓക്കെ, ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീടു നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ്, കാലാവസ്ഥാ വ്യതിയാനം. ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട്. മൂന്നാം വർഷവും അങ്ങനെ തന്നെയാകും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല. പുഴകളെല്ലാം വറ്റി. താപതരംഗങ്ങൾ വീശിയടിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവനും കരിഞ്ഞുണങ്ങി. മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025 ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതാകും. ഈ സമ്മേളനത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ. 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വത്തിറ്റി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് നമ്മൾ ഇവിടെ വായിച്ചിട്ടുള്ളത്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിൻ്റെ അന്തരീക്ഷ സ്ഥിതി. അന്തരീക്ഷത്തിൻ്റെ താപനിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു. ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനം പ്രത്യാഘാതങ്ങൾ. ആഗോള താപനില ഉയരുന്നു. സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ. അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു. ഓക്കെ, ഇനി കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പല വിധത്തിൽ ബാധിക്കുന്നുണ്ട്.
പല ജീവജാലങ്ങളുടെയും വംശനാശത്തിനും ഇത് കാരണമാകുന്നു. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും കാരണമാകാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൽ ചിലത് നമുക്ക് നോക്കാം. ഇതിനൊരു ഉദാഹരണമാണ് ഹരിത കേരളം മിഷൻ. ഹരിത കേരളം മിഷൻ മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയ ഹരിത കേരളം മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിനാൽ ഇന്ന് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന വൻ വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം നടപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഓക്കെ, അങ്ങനെ ഈ ചാപ്റ്ററും കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്ററാണ് നിയമവും സമൂഹവും. എന്താണ് നിയമം? സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. സ്കൂളിൽ വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും അനുസരിക്കുന്നത് പോലെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശിക്കുന്നതും പാലിക്കേണ്ടത് അനിവാര്യമാണ്. മനുഷ്യ സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ. ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം പൊതു താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു. അതിനാൽ നിയമലംഘനം ശിക്ഷാർഹമാണ്. നിയമങ്ങൾ പ്രധാനമായും 2 രീതിയിലാണ് രൂപപ്പെടുന്നത്. സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളുണ്ട്. വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങളുമുണ്ട്. സാമൂഹിക വഴക്കങ്ങൾ ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയായിരുന്നു. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയിരുന്നത്. ഇനി നിത്യജീവിതത്തിൽ പരിചിതമായ ചില നിയമങ്ങളാണ് ഗതാഗത നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലാവകാശ നിയമം ഒക്കെ. ഇനി രാഷ്ട്രം ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളാണ്. ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഗവൺമെൻറ്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകളിൽ കൂടിയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. കുറച്ച് ചിഹ്നങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. സൈക്കിൾ സവാരി പാടില്ല, ഒന്നാമത്തത് കണ്ടോ, സൈക്കിൾ സവാരി പാടില്ല. 2 അതുപോലെ 7ാമത്തത് സീറ്റ് ബെൽറ്റ് ധരിക്കുക. 8ാമത്തത് ഹോൺ അടിക്കാൻ പാടില്ല. 9 ഹെൽമറ്റ് ധരിക്കുക. അങ്ങനെ പല നിയമങ്ങളും ചിഹ്നങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി യാത്രക്കാർക്ക് പാലിക്കേണ്ട നിയമങ്ങളാണ് നമുക്കറിയാവുന്നതാണ്. അതായത് കൂടുതൽ വശം ചേർന്ന് നടക്കരുത്, കാൽനടയാത്ര നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി കാൽനടയാത്ര പാടില്ല. അങ്ങനെ പലതും നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നിയമവും സൈബർ ലോകവും. വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇൻ്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് ആവിഷ്കരിച്ച നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. ഇതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി
പല വിധത്തിലുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. വിവരാവകാശ നിയമം 2005 പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ഇനി കുട്ടികളും അവകാശങ്ങളും. ബാലവേല നിരോധന നിയമം 1986. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ്. ഇതാണ് ബാലവേല നിരോധന നിയമം 1986 പറയുന്നത്. നെക്സ്റ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. ഇതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. നെക്സ്റ്റ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമത്തിനനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങളുണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഇനി നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ഈ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098. ഇനി പോക്സോ ആക്ട് 2012. പോക്സോ ആക്ടിൻ്റെ ഫുൾ ഫോം വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 എന്നാണ്. ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. അന്താരാഷ്ട്ര തലത്തിൽ 1989 അതായത് പോക്സോ ആക്ടിൻ്റെ മലയാളം വരുന്നത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം എന്നാണ്. അന്താരാഷ്ട്ര തലങ്ങളിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് നിയമവാഴ്ച. വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നിയമത്തിനു മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. തർക്കപരിഹാര സംവിധാനങ്ങൾ. ക്രമസമാധാന പാലനമാണ് പോലീസിൻ്റെ ചുമതല. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുള്ള അധികാരം കോടതികൾക്കാണ്. അപ്പോൾ സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്. അതിന് സുപ്രീം കോടതി നോക്കാം. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. കേരള ഹൈക്കോടതി. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതികളും കൂടാതെ വിവിധ തരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മേലെ വരുന്നത് സുപ്രീം കോടതി, അതിന് താഴെ ഹൈക്കോടതികൾ, പിന്നെ ജില്ലാ കോടതികൾ, പിന്നെ കീഴ്ക്കോടതികൾ. നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ട് നമുക്ക് സാമൂഹിക ജീവിതം സാധ്യമാകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ 2 പാട്ടും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു.